സഹോദരി മരിച്ചത്. പീറ്റർ, എന്നെ കൊന്നോളൂ. ഒരു നിമിഷം മുമ്പേ മരിച്ച് എന്റെ ആലീസിന്റെ അടുത്തേക്ക് പോകാൻ കൊതിക്കുന്നവനാണ് ഞാൻ. പക്ഷേ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കും. എന്താണ് പട്ടി നിനക്ക് പറയാനുള്ളത്? പീറ്റർ, ചെയ്യാത്ത കുറ്റത്തിന് ക്രൂശിക്കപ്പെട്ട എത്രയോ നിർഭാഗ്യവാന്മാർ ഈ ലോകത്തുണ്ട്. അതിലൊരുവനാണ് ഞാൻ. ഞാനല്ല എന്റെ ആലീസിനെ കൊന്നത്. നീ അല്ലെങ്കിൽ പിന്നെ ആര്? എനിക്കറിഞ്ഞൂടാ. ഞാനും ആലീസും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. വിദേശത്ത് പോയി വന്നാലുടൻ എനിക്കിഷ്ടപ്പെട്ടവിടെ തന്നെ വിവാഹം ചെയ്തു തരാമെന്ന് എന്റെ അപ്പൻ സമ്മതിച്ചു. ആലീസിനെ കണ്ട് യാത്ര പറയാൻ കഴിയാതെ ഞാൻ പുറപ്പെട്ടു. പക്ഷേ വിദേശത്ത് കാലുകുത്തിയെന്ന് മുതൽ എന്തുകൊണ്ടോ എന്റെ മനസ്സ് അസ്വസ്ഥമായി. ആരെയും അറിയിക്കാതെ ഞാൻ മടങ്ങി വന്നു. എയർപോർട്ടിൽ നിന്നും പെട്ടികൾ പോലും എടുക്കാതെ എന്റെ ആലീസിനെ കാണാൻ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് ഓടി വന്നു. അപ്പോൾ ബോധം തെളിഞ്ഞപ്പോൾ എന്നെ ചങ്ങലയിലൂടെ ബന്ധിച്ചിട്ടിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. എന്റെ കൈകൾ സ്വതന്ത്രമായിരുന്നെങ്കിൽ അന്നേ ഞാൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു. ടീച്ചർ, നീ എനിക്കൊരു സഹായം ചെയ്യും. എന്റെ ആലീസിന്റെ സമീപത്ത് എത്രയും വേഗം പറന്നെത്താൻ എന്റെ കഴുത്ത് നിരിച്ചു കൊല്ലു. എന്നോട് ക്ഷമിക്കൂ ജോണി. നിന്റെ ഹൃദയം എന്തെന്ന് മനസ്സിലാകാതെ ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു. ഞാനും നിരവില്ല. ജോണി, എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ എനിക്ക് കഴിയും. അങ്ങനെ സിംഹം എന്റെ ഗുഹയിൽ തന്നെ വന്ന് ചാടി. ഇനി നീ ഇവിടെ ഒന്നും രക്ഷപ്പെടാമെന്ന് കരുതണ്ട. പിടിച്ചു കെട്ടനായവനെ. ഒരു പട്ടിയെ കൊല്ലുന്നത് പോലെ ഈ നിമിഷം നിന്നെ എനിക്ക് ഇവിടെ വെച്ചു കൊല്ലാം. പക്ഷെ ഇപ്പോൾ ഞാൻ അത് ചെയ്യില്ല. അല്പം ചില കാര്യങ്ങൾ കൂടി നിന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ എനിക്ക് ചെയ്യേണ്ടതുണ്ട്. അതെന്താണെന്ന് അറിയണമെന്നതല്ലേ? ഇപ്പോൾ പറഞ്ഞാൽ അതിന്റെ ത്രില്ല് പോകും. പ്ലീസ് വെയിറ്റ് ആൻഡ് സീ. പീറ്റർ രക്ഷപ്പെടുത്താൻ വേണ്ടിയല്ലേ നിങ്ങൾ ലൈറ്റ് അണച്ചത്? അതെ. അയാൾ ഇവിടെയല്ലേ ഒളിവിൽ കഴിഞ്ഞിരുന്നത്? അല്ല, പോലീസിന്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയതിനു ശേഷം അയാൾ ഇവിടെ വന്നിട്ടേ ഇല്ലേ? വന്നിട്ടുണ്ട്, പക്ഷെ ഇവിടെ തങ്ങിയിട്ടില്ല. അശ്വതി പീറ്ററെ കാണാൻ കൂടെ കൂടെ ഇവിടെ വരാറുണ്ടായിരുന്നു. ഒരിക്കലും വന്നിട്ടുണ്ട്. പീറ്റർ ഇപ്പൊ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല. Sir, he knows where he is, but he is lying. Yes, you are correct. He is a bloody liar. I am not a liar. You thought I am an illiterate fool? I am a retired military man. I have served as an havildar clerk in Second World War. Even the poor, I am an honest man. So don't call me bloody liar. I am sorry, Mr. Mamuka. നിങ്ങൾ പഠിച്ച ഒരാളാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. That's all right. ഒരു എക്സ് മിലിറ്ററി മാൻ എന്ന നിലയിൽ പോലീസിനെ സഹായിക്കേണ്ട കടമ നിങ്ങൾക്കില്ലേ?
നമ്മൾ എന്ത് സഹായം ചെയ്യും നിങ്ങൾ പറയും. പീറ്റർ എവിടെയുണ്ടെന്ന് നിങ്ങൾ പറയണം. എന്നാൽ പടച്ചോനെ സാക്ഷി നിർത്തി നമ്മൾ പറയാണ് പീറ്റർ ഇപ്പൊ എവിടെയാണെന്ന് നമുക്കറിയില്ല. പ്ലീസ് ബിലീവ് മൈ വേർഡ്. സോറി. താങ്ക് യു. വരൂ കുറിപ്പേ. അന്ന് കണ്ടതിന് ശേഷം പീറ്റർ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. പിന്നെ അവൻ എവിടെ പോയി? ഇനി വീട്ടിൽ കാണുമോ? അവനെ നമ്മൾ അന്വേഷിച്ചു എത്തപ്പാൻ സുഖമില്ലാണ്ടിരിക്കുക. അതുകൊണ്ട് അവനെ കണ്ടാൽ അങ്ങോട്ട് പറഞ്ഞു വിടണം. അവന്റെ ഉമ്മയും പറഞ്ഞു. അല്ലോ ഉണ്ണിയാണല്ലോ വരുന്നത്. നമ്മൾ ഇതിനകത്ത് പറഞ്ഞേക്കാം. നമ്മുടെ കാര്യം എന്താണെന്ന് ചോദിക്കും. ഞാൻ ടീച്ചറെ ക്ഷണിക്കാൻ വന്നതാ. കല്യാണ വീട്ടിലേക്കല്ല, കരടിക്കുഴിയിലേക്ക്. കരടിക്കുഴിയിലേക്കോ? നിന്റെ കാമുകനെ അവരെ ഇരുമ്പ് ചങ്ങലയിൽ തളച്ചിട്ടിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. നിനക്ക് അവനെ രക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നീ എന്റെ കൂടെ വരണം. നമ്മൾ ആദ്യം കരടിക്കുഴിയിലേക്ക് പോവാം. നമ്മൾ അവന്റെ കൂടെ ഇത്തിരി കഴിഞ്ഞേ വരാം. എന്താ ഇത്ര വലിയ ആലോചന? ഞാൻ നിങ്ങളുടെ കൂടെ വന്നാൽ പീറ്ററെ വിട്ടയക്കുമോ? തീർച്ചയായും. പക്ഷേ ഒരു കണ്ടീഷൻ. എന്താണ്? അവന്റെ കൺമുമ്പിൽ വെച്ച് നീ എന്റെ ഭാര്യയായി തീരും. എന്താ മിണ്ടാത്തത്? ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആ എങ്കിൽ വരൂ. ഏതായാലും ഒരു നല്ല കാര്യത്തിന് പോവല്ലേ. ഞാൻ ഈ സാരി ഒന്ന് മാറിയിട്ട് വരാം. നമുക്ക് എന്താ ഇപ്പൊ വിശ്വാസമായോ? അശ്വതി, ഇവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്റെ മനസ്സ് അസ്വസ്ഥമായിരിക്കും. ആ ശല്യം ഞാൻ ഇപ്പോൾ അവസാനിപ്പിക്കാം.